ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഉയർത്തുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ ആ രക്ഷണീയ അനുഭവവും അതിന്റെ സന്തോഷവും പ്രത്യാശ അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഒരുമിച്ച് ധ്യാനത്തിനു വേണ്ടി തെരഞ്ഞെടുത്ത വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20 അധ്യായം 1 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ. The Gospel according to John chapter 20 verses 1 to 18. ഈ വേദഭാഗത്തിൽ മഗ്ദലക്കാരിയായ മറിയ കർത്താവായ യേശുവിന്റെ കല്ലറയിലേക്ക് ചെന്നെത്തുകയും ഉള്ള ഒരു അനുഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സത്യത്തിൽ ഈ യാത്ര ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള യാത്രയായി മാറുന്നു. പ്രതിസന്ധിയുടെ ഇടങ്ങളിലും പ്രത്യാശയിലേക്കുള്ള ഒരു യാത്രയായി മാറുന്നുണ്ട്. എന്ന് കേൾക്കുന്ന ദൈവമക്കളെ, ഈ ഈസ്റ്റർ ദിനത്തിൽ നമുക്കൊരു ആത്മീക യാത്ര യേശുവോടൊപ്പം ചെയ്യണം എന്ന് ഈ വേദഭാഗം ഓർമ്മപ്പെടുത്തുന്നു. ഈ വേദഭാഗം ആസ്പദമാക്കി 3 ചെറിയ ചിന്തകൾ ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി, പ്രതിസന്ധിയുടെ നടുവിലും വളരെ പ്രതീക്ഷയോട് കർത്താവിനെ ശുശ്രൂഷിപ്പാനിടയാകണം. ഈ വേദഭാഗത്തിൽ ക്രൂശാരോഹണത്തിന് ശേഷം കർത്താവിന്റെ ശിഷ്യന്മാർ ഭയത്തിലും പ്രയാസത്തിലും ഏകാന്തതയിൽ ഭവനത്തിനുള്ളിൽ കഴിയുമ്പോൾ തന്നെ ഒരു സാധാരണ സ്ത്രീ തന്റെ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയും കർത്താവായ യേശുവിന്റെ കല്ലറയിലേക്ക് ചെന്നെത്തുകയും ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? പ്രതിസന്ധികളുടെ നടുവിൽ തോറ്റുപോവാനല്ല ഒരു വിശ്വാസിന്റെ നിയോഗം. പ്രതിസന്ധികളുടെ അപ്പുറത്ത് യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. യാത്ര ചെയ്യാൻ മാത്രമല്ലല്ലോ, കർത്താവിനെ ശുശ്രൂഷിപ്പാനുള്ള സാധ്യതകളൊക്കെയും കണ്ടെത്തണം. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, പ്രയാസം വരുമ്പോൾ നാം ഏറ്റവും സൗകര്യമായിട്ട് ആദ്യം ഒഴിവാക്കുന്നത് ദൈവത്തെയാണ്, ഇല്ലയോ? ആരാധനയിൽ പോവാതിരിക്കുന്നു, പ്രാർത്ഥിക്കാതിരിക്കുന്നു, നിരാശയിൽ കഴിയുവാൻ നമ്മൾ അങ്ങനെ നിരാശയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ മഗ്ദലക്കാരിയായ മറിയ പറയുന്നത്, പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തെ ശുശ്രൂഷിപ്പാൻ നമുക്ക് സാധിക്കണം. അപ്രകാരം ചെയ്യുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. രണ്ടാമതായി, ഈ വേദഭാഗം നൽകുന്ന സന്ദേശം കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാകുന്നു എന്ന സത്യം നാം ഗ്രഹിക്കണം. മറിയ വളരെ പ്രയാസത്തോടെ യേശുവിന്റെ കല്ലറയിലേക്ക് എത്തുന്നത്. സത്യത്തിൽ കർത്താവിന്റെ മൃതശരീരത്തെ സുഗന്ധദ്രവ്യം പൂശുവാൻ അല്ലെങ്കിൽ ശുശ്രൂഷിപ്പാനുള്ള ആഗ്രഹത്തോടായിരിക്കും മറിയ അവിടെ നിൽക്കുന്നത്. എന്നാൽ കല്ലറയിലേക്ക് അകത്ത് നോക്കിയപ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരം അവിടെ കാണുവാനില്ല. തനിക്ക് വലിയ പ്രയാസം ഉണ്ടാകുന്നു. എന്നാൽ ദൂതൻ അവളോട് പറയുന്നത്, കർത്താവായ യേശു ഇവിടെ ഇല്ല, കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വലിയ ആത്മീയ സത്യം ഈ മറിയ ശ്രവിച്ചപ്പോൾ വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. കർത്താവ് മരണത്തെയും പാപത്തിന്റെ എല്ലാ അധികാരത്തെയും നശിപ്പിച്ചു ജയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വലിയ അനുഭവം മറിയ അവിടെ ഗ്രഹിക്കുവാൻ ഇടയാകുന്നു. എന്ന് കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് ജീവിക്കുന്നു. ആ ജീവിക്കുന്ന ക്രിസ്തുവിലൂടെ നമുക്കും നിത്യജീവന്റെ അനുഭവക്കാരായി മാറുവാൻ ഇടയാകണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിത അനുഭവങ്ങൾ, പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ പ്രതീക്ഷകൾ അപ്പുറത്ത് കടന്നിട്ടില്ല. എന്നാലും കർത്താവ് ജീവിക്കുന്നു. ഈ സത്യം നാം ഗ്രഹിച്ചാൽ നമ്മുടെ ജീവിതത്തെ നന്മ അനുഭവിക്കുവാൻ ഇടയാകും. മൂന്നാമതായി, ഈ വേദഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം കർത്താവ് യേശുവിന്റെ സുവിശേഷ വാഹകരായി മാറണം. ഈ വേദഭാഗത്തിൽ കർത്താവായ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദലക്കാരിയായ മറിയന്റെ മുൻപെയാണ്. അതിന്റെ അർത്ഥം, സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുകയും ബലഹീനരായി നിൽക്കുന്ന വ്യക്തികൾക്ക് കർത്താവ് സമീപസ്ഥനായി നിൽക്കുകയും കർത്താവ് അവരെ ബലപ്പെടുത്തുകയും കർത്താവ് ഇതാ ഈ മഗ്ദലക്കാരിയായ മറിയയ്ക്ക് പ്രത്യേക ഒരു നിയോഗം നൽകുന്നത്, ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വലിയ സുവിശേഷം എന്റെ പ്രിയ ശിഷ്യന്മാർക്കും വിശ്വാസമൂഹത്തിന് അറിയിക്കുവാനുള്ള ദൗത്യം നൽകുന്നു. ആ ദൗത്യം വളരെ അനുഗ്രഹത്തോടെ മറിയ ഏറ്റുവാങ്ങുകയും ആ ദൗത്യം പൂർത്തീകരിപ്പാൻ ഏറ്റവും അനുഗ്രഹത്തോട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് ഈ വേദഭാഗത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ. എന്ന് കേൾക്കുന്ന ദൈവമക്കളെ, ഈ ഈസ്റ്റർ ദിനത്തിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സത്യം, ആ സുവിശേഷം അനേകർക്ക് പങ്കുവയ്ക്കുവാൻ ആ ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. ആ നിയോഗം ഏറ്റുവാങ്ങി നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ ജീവിതം, നമ്മുടെ ആരാധന ഏറ്റവും അർത്ഥവത്തായി തീരുവാൻ ഇടയാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മളെ കാണുന്നവരൊക്കെയും, നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുന്നവരൊക്കെയും പറയണം, കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഇവരുടെ ജീവിതത്തിലൂടെ ഞാൻ മനസ്സിലാക്കി എന്ന് പറയുവാൻ, ആ സാക്ഷ്യം കേൾക്കുവാൻ നമ്മളെ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. God bless you all.